മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 9. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈശോ കർത്തൃപ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും അതിന്റെ പ്രഘോഷണത്തിൽ സജീവമായിരുന്നിട്ടും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ടതായിട്ട് ഈശോ കരുതി. മാത്രമല്ല, ഈശോ തന്നെ ദീർഘനേരം വ്യക്തിപരമായ പ്രാർത്ഥനയിലായിരുന്നുവെന്നും തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. ഈയിടെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കിയ സിസ്റ്ററുമായി സംസാരിക്കുകയുണ്ടായി. സിസ്റ്റർ പറയുകയായിരുന്നു, പണ്ടൊക്കെ കുട്ടികൾക്ക് സാധാരണ പ്രാർത്ഥനകൾ, സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയും, വിശ്വാസ പ്രമാണമൊക്കെ കാണാപ്പാടം അറിയാമായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടി, എല്ലാം പഠിപ്പിക്കേണ്ട ഗതികേടിലാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാതാണ്. ചോദിച്ചു വരുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ട്, ഒന്നുമില്ല. ഇതാണ് ഉത്തരം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊച്ചുനാൾ മുതൽ പഠിപ്പിക്കേണ്ടത് ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്. അങ്ങനെ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാനായി പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ധന്യമാവുകയാണ്. അല്ലെങ്കിൽ അതിന്റെ നാശം നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന തന്നെ ചിലയിടത്തെങ്കിലും അസ്തമിച്ചു പോയി, ചിലയിടത്തൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ട്. ആ ഉത്തരം കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നും. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപയാണ്. അതിനുള്ള കൃപാവരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.